പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഒരു അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. പിന്നെ ഒരു പപ്പടവും കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ യാത്ര പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇത് പെട്ടെന്ന് ചീറ്റൊന്നും ആയി പോകത്തില്ല. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനുവേണ്ടി 1 കപ്പ് അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞപ്പം ഒരു 4-4.5 കപ്പ് ചോറുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. അതിന് പകരം നമുക്ക് ബസ്മതി റൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇനം പച്ചരി ഉപയോഗിക്കാവുന്നതാണ്. ചോറ് വേവിക്കുന്ന സമയത്ത് ചോറ് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ചോറ് തമ്മിലൊട്ടാതെ വിട്ട് കിടക്കണം. ചോറ് വെന്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിയുമ്പം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഫ്ലഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിരുന്നു. നെയ്യ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനും നല്ല ഫ്ലഫി ആയിട്ട് കിടക്കാനുമാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കുമ്പം നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ച് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് മൂത്ത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വറുത്ത കപ്പലണ്ടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇനി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്തത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത പരിപ്പൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് നേരം കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇനി വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് കപ്പലണ്ടി ശരിക്കും മൂത്ത് വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 20 മുതൽ 25 പീസ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങണം. ഇനി ഒരു ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ അരി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞതാണിത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി അതുപോലെ കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് ഉലുവാപ്പൊടി, പിന്നെ ഒരു 2-3 നുള്ള് കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയെല്ലാം ഈ ചോറിലേക്ക് നന്നായിട്ടൊന്ന് കോട്ടായി വരണം. ഇതുപോലെ നന്നായിട്ട് വിട്ട് കിടക്കുന്ന ചോറ് വെച്ചിട്ട് വേണം നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നമ്മളിപ്പം വെച്ച ചോറാണെങ്കിൽ ആ ചോറൊന്ന് തണുത്തതിന് ശേഷം വേണം ഇതുപോലെ ലെമൺ റൈസ് ആക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് തലേദിവസം വെച്ച ചോറ് പിറ്റേ ദിവസത്തേക്ക് ബാക്കിയുണ്ടെങ്കിൽ ആ ചോറ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത ഉലുവാപ്പൊടിയും കായപ്പൊടി
അതുപോലെ നമ്മൾ ആദ്യം ചേർത്ത ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇതിന് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കൊടുക്കും. പിന്നെ ഇതിൽ കടലപ്പരിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉഴുന്നുപരിപ്പ് മാത്രം ചേർത്താലും മതി. കാരണം കടലപ്പരിപ്പ് ചേർത്ത് കഴിയുമ്പം നമ്മൾ ചോറൊക്കെ റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ കടിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഈ പ്രായമുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കടലപ്പരിപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ ചോറ് ഒരു 1 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ചോറിന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ. ചെറുനാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ചെറുനാരങ്ങ എടുക്കേണ്ടി വരും. ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നമുക്ക് കിട്ടും. ഇതെല്ലാ ഭാഗത്തുമായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നാരങ്ങാനീരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് പുളി കുറച്ച് മുന്നിലുള്ളതായിട്ട് തോന്നും. പക്ഷേ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പം അതിൻ്റെ ഫ്ലേവർ എല്ലാം നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ ഈ സമയത്ത് സ്വല്പം ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചോറ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ലെമൺ റൈസ് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും. കാരണം ഇത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു നാരങ്ങാച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അതല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ കുക്കുംബർ റൈത്ത, ബീഫ് കറി എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് ദൂരയാത്രയ്ക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊന്ന് തണുത്തിട്ട് വേണം പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.